ഇവിടെ മാപ്പുകൾ, അടയാളങ്ങൾ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അവിടെ നിന്നുള്ള ചോദ്യത്തിന് സാധ്യതയുണ്ട്. നമ്മുടെ ബ്ലൂ പ്രിന്റിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ചോദ്യം വരികയാണെങ്കിൽ ഈ 2 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ചോദ്യം വരിക. പ്രാദേശിക ഗവൺമെന്റ് LSTD, അവിടെ തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, അതിലേതെങ്കിലും ഒരാൾ ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ LDCയുടെ ബ്ലൂ പ്രിന്റ് വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പലരും ചെയ്ത ഒരു കമൻറ്റാണ് ഇതിൽ ഓരോ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള SCERT ചാപ്റ്ററുകൾ പറഞ്ഞുതരാൻ. അപ്പോൾ അത്തരം വീഡിയോസ് മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ SCERT ചാപ്റ്ററുകൾ പഠിച്ചിരിക്കണം എന്നുള്ള കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ആ ഒരു വീഡിയോയിൽ ചാപ്റ്റേഴ്സ് പറയാതിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കിയിരിക്കേണ്ട SCERT ചാപ്റ്ററുകളിലൂടെ നമുക്കൊന്ന് പോകാം. നിങ്ങൾക്കറിയാം സിലബസിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏരിയകൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ചരിത്രം എടുക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ 17 ചാപ്റ്റർ മിനിമം പഠിക്കാനുണ്ട്. അതായത് 7ാം ക്ലാസ്സിൽ 4 ചാപ്റ്റർ, 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ 4 ചാപ്റ്റർ, അങ്ങനെ 8 ചാപ്റ്ററുകൾ 7ലും 10ലുമായിട്ട് കിടക്കുന്നുണ്ട് ചരിത്രത്തിൽ. ഇതിൽ ഇന്ത്യ ചരിത്രത്തിൽ, ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ, അതേപോലെ ലോക ചരിത്രത്തിലുണ്ട്, കേരള ചരിത്രത്തിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് പഠിക്കേണ്ട കുറേ ചാപ്റ്ററുകളുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ ചാപ്റ്ററുകളുണ്ട്. 17 പരം ചാപ്റ്ററുകളുണ്ട്. ഹയർ സെക്കൻഡറിയോടെ കണക്ക് കൂട്ടുമ്പോൾ കൂടുതൽ എണ്ണം ചാപ്റ്ററുകളുണ്ട്. ഇത് 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്ററുകളാണ് ഇത്രയും. അപ്പോൾ അതിൽ 7 ചാപ്റ്ററുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റിന്റെ ഭാഗമായിട്ട് SCERT ചാപ്റ്ററുകൾ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. നിങ്ങൾ പലതവണ പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളാണ്. നന്നായിട്ടൊന്ന് ഇവിടെ റിവൈസ് ചെയ്ത് പോവുക, ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ്. അതിൽ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്നുള്ളത് മിക്കവാറും നമുക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം ചരിത്രം മൊത്തം ആകെ 5 മാർക്കേ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാർക്ക് കൂടി കടന്നു വന്നാൽ 6 മാർക്ക് അല്ലേ. അപ്പോൾ അവിടെ കേരള ചരിത്രം 1 മാർക്ക്, ലോക ചരിത്രം 1 മാർക്ക്, ഇന്ത്യ ചരിത്രം അല്ലെ 3 മാർക്ക്. അങ്ങനെയാണ് കൂടുതൽ തവണ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്ത്യ ചരിത്രം 2, ദെൻ കേരള ചരിത്രം 2, ലോക ചരിത്രം 1, ഇങ്ങനെയും വന്നിട്ടുണ്ട്. അത് ആ രീതിയിലാണ് വരിക. അപ്പോൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ചരിത്രമാണ് കൂടുതൽ സാധ്യത, 2 മാർക്കിനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിനുള്ള സാധ്യത കിടക്കുന്നത് ഇന്ത്യ ചരിത്രമാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. നിങ്ങൾക്കറിയാം ഇവിടെ 7ൽ 4 ചാപ്റ്ററും 10ൽ 4 ചാപ്റ്ററും നിങ്ങൾ പഠിച്ചതാണ്. 8 ചാപ്റ്റർ എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇത് കേട്ടോ. അതൊക്കെ പഠിക്കേണ്ടതാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 10ൽ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെ 7ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് 2-3 ചാപ്റ്ററുകൾ അവിടെ പഠിക്കാൻ, കുറേ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അത് 2-3 എണ്ണം നമുക്ക് ആവശ്യമുള്ള ചാപ്റ്ററുകളുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ്. ഒരു വീഡിയോ കൂടെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണ്, പെർഫെക്ഷനിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ മാർക്കുകളും നിർണായകമാണ് അല്ലേ. ഒരു മാർക്ക് കിട്ടിയാൽ അല്ലെ, ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയും എങ്ങനെയും അലയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങ് കയറി പോവും, ആദ്യ റാങ്കുകളിലേക്ക് എത്തും. എവിടെയെങ്കിലും പിറകിലോട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ 1ാം റാങ്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചില ചാപ്റ്ററുകൾ ഹയർ സെക്കൻഡറിയിൽ നിന്നും, ചില ഏരിയകൾ നോൺ SCERT ഏരിയകൾ, ചിലപ്പോൾ എന്താണ് അതേപോലെ തന്നെ SCERTയിൽ തന്നെ സിലബസിൽ ഇല്ലാത്ത ചില ഏരിയകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോ ചെയ്യൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ഇവിടെ നിന്ന് മിക്കവാറും ലോക ചരിത്രത്തിനെ കുറിച്ചുള്ള മാർക്ക് ഇവിടെ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ UPSC പരീക്ഷയ്ക്ക് പറഞ്ഞില്ല 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, അവിടെ നിന്നായിരിക്കും ലോക ചരിത്രത്തിന് 2 മാർക്കും സാധ്യത എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇവിടെ ലോക ചരിത്രം ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്റർ നിന്നാണ് മിക്കവാറും ചോദ്യ സാധ്യത. ദെൻ ഇവിടെ +2ലെ 14ാമത്തെ ചാപ്റ്ററും +2ലെ 15ാമത്തെ ചാപ്റ്ററും, ഈ 2 ചാപ്റ്റർ കൂടെ പഠിച്ചു വെക്കുക. ആധുനിക പൂർവ്വ കേരളം, കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്റർ. ഈ 2 ചാപ്റ്റർ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ, ഇവിടെ നിന്ന് കേരള ചരിത്രത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള നോൺ SCERTയിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട 1-2 ഏരിയകളുണ്ട്. അതൊന്ന് പറയാം. യൂറോപ്യന്മാരുടെ സംഭാവനയായിട്ട് ബന്ധപ്പെട്ട് ഹോർത്തൂസ് മലബാറിക്കസ്
SCERT 1-2 പോയിന്റ്സേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓർത്തോസ് മലബാറിക്കസിനെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കുക. അത് വെച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. യൂറോപ്യന്മാരുടെ സംഭാവന മൊത്തം ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനില്ലേ, അതിൽ ഇവിടെ നിന്നാണ് ചോദ്യ സാധ്യത, അതെങ്കിലും ഒന്ന് നോക്കി വെക്കുക. പിന്നെ സംസ്ഥാന പുനഃസംഘടന, അതും SCERT കുറച്ച് മാത്രമേ ഉള്ളൂ. അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് കണ്ടിട്ടോ പഠിച്ചു വെക്കുക. അതേപോലെ INC ഞങ്ങൾ SCERT ഉപയോഗിച്ചിട്ട് പഠിക്കുമ്പോൾ അവിടെ ആകെ 5-6 പോയിന്റ്സേ പഠിക്കുന്നുള്ളൂ. അതോടൊപ്പം INC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ചും രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തുടക്കമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. മാർക്ക് വരാനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. പിന്നെ അന്തർദേശീയ സംഘടനകൾ ലോക ചരിത്രത്തിൽ നല്ലൊരു സാധ്യത ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ +2 പൊളിറ്റിക്കൽ സയൻസിൽ അന്തർദേശീയ സംഘടനകൾ എന്ന് തന്നെയുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ഒന്നുകിൽ അത് നോക്കുക, അതല്ലെങ്കിൽ UNO മുതലായിട്ടുള്ള മറ്റ് സംഘടനകളെ കുറിച്ചുള്ള അല്ലാത്ത നോട്ട്സ്, റാങ്ക് ഫയൽ നോട്ട്സോ അല്ലെങ്കിൽ കയ്യിലുള്ള റാങ്ക് ഏത് ബുക്കാണോ ഉള്ളത് ആ ബുക്കിലോ അല്ലെങ്കിൽ ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ ക്ലാസ്സോ നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നല്ല ചോദ്യ സാധ്യതയുള്ളൊരു സാധനമാണ് അന്തർദേശീയ സംഘടനകൾ. +2 പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ഈ പേര് തന്നെയുള്ള ചാപ്റ്ററാണ്. ഒരുപക്ഷെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം കടന്നു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി ഭൂമിശാസ്ത്രത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രം കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിക്കാറുണ്ട്. 5 മാർക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും 5-ൽ കൂടുതൽ, കാരണം 12 ചോദ്യ പേപ്പറിൽ 80 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ 6-ൽ കൂടുതൽ ചോദ്യങ്ങൾ അല്ലേ, 7 ചോദ്യം എന്ന് പറയുമ്പോൾ 84 ആവും അല്ലെ, 12 70 84 ആവും. അപ്പോൾ 6-ൽ കൂടുതൽ ചോദ്യങ്ങൾ ശരാശരി എടുക്കുമ്പോൾ 6-ൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആണ്. എല്ലാ പരീക്ഷകളും 5-ൽ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും പഠിക്കുക. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലുള്ള മാർക്ക് നമുക്ക് മിക്കവാറും ഇവിടെ ഉറപ്പിക്കാൻ പറ്റും. അവസാന ഘട്ടത്തിൽ ഇതാണ് ഒരു ബ്ലൂ പ്രിന്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ 2 ചാപ്റ്ററാണ് നടത്തേണ്ടത്. ഹയർ സെക്കൻഡറി എന്നുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് നോക്കുമ്പോഴാണ് ഇനി അത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ ഈ 2 ചാപ്റ്റർ നന്നായിട്ട് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്തായാലും 6 മാർക്കിന് വരികയാണ്, മൊത്തം 6 മാർക്കിന് വരികയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം 2-3 ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തായാലും ചോദ്യം ഈ 2 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റും. ഒരു പക്ഷേ 2 ചോദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയെന്നും വരാം. ഓക്കെ, ദെൻ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ എന്നുള്ള ചാപ്റ്റർ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രകൃതി വിഭജനത്തെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ തന്നെ സാധ്യതയുണ്ട്. അവിടെ ഭൂപ്രകൃതി വിഭജനം എന്നുള്ളത് അതിൻ്റെ കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് ഇടനാടും മലനാടും തീരപ്രദേശവും അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം അവിടെ നിന്നാവാനാണ് നല്ലൊരു സാധ്യത. പിന്നെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ള ആ ഒരു ചാപ്റ്റർ പഠിക്കുക. 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്നുള്ള ചാപ്റ്റർ, ഭൂമിയുടെ ഘടനയെക്കുറിച്ചുള്ളതാണ് ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ളത്. ദെൻ 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം. 10ാം ക്ലാസ്സിലെ ഭൂതല വിശകലനം, അതായത് ഇവിടെ മാപ്പുകൾ അടയാളങ്ങൾ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അവിടെ നിന്നുള്ള ചോദ്യത്തിന് സാധ്യതയുണ്ട്. നമ്മുടെ ബ്ലൂ പ്രിന്റിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ചോദ്യം വരികയാണെങ്കിൽ ഈ 2 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ചോദ്യം വരിക. ഓക്കെ, ദെൻ ഭൂമിയുടെ അന്തരീക്ഷം മറ്റൊരു പ്രധാന ടോപ്പിക്കാണ്. അത് ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് വരിക. ഹയർ സെക്കൻഡറി ചാപ്റ്റർ ഉണ്ട്, പക്ഷേ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇതിലുള്ള പോയിന്റുകളൊക്കെ തന്നെയാണ് അതിലുള്ളത്. കുറച്ച് അഡീഷണൽ പോയിന്റുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഈ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഒന്ന് പഠിച്ചാൽ അന്തരീക്ഷമായിട്ട് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് തന്നിട്ടുള്ളതായിരുന്നു താപനിലയും ഋതുക്കളും എന്നുള്ളൊരു ടോപ്പിക്ക്. അവിടെ ഈ 2 ചാപ്റ്ററുകളാണ് വരുന്നത്, താപനിലയും ഋതുക്കളും. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററും. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് മിക്കവാറും ഈ 2 ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാവാനാണ് സാധ്യത. നന്നായിട്ട് നോക്കുക. പിന്നെ കാറ്റ് എന്നുള്ള ടോപ്പിക് തന്നിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. കാറ്റിൻ്റെ ഉറവിടം തേടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്കറിയാം ഭൂമിശാസ്ത്രത്തിൽ 25ഓളം ചാപ്റ്ററുകൾ SCERT-യിൽ 10ാം ക്ലാസ് വരെ മാത്രമായിട്ടുണ്ട്. അതായത് ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പൊതുഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം എല്ലാം കൂടി 25 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിനോട് പരിഗണിക്കുമ്പോൾ അത് വളരെ എണ്ണം അല്ലെ 35ഓളം ചാപ്റ്ററുകളിലേക്ക് പോകും നമുക്ക് ആവശ്യമുള്ള ചാപ്റ്ററുകൾ. അതിൽ 10 ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ചില ആളുകൾ കമന്റ് ചെയ്യും, ഇത് മുഴുവനില്ലേ, ഇത് സിലബസ് മുഴുവനില്ലേ, ഇത് SCERT കംപ്ലീറ്റ് ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല, എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയ പോലുമില്ല, പക്ഷെ വെറുതെ കമന്റ് ചെയ്യും. അവരുടെ അറിവിലേക്ക് കൂടിയാണിത്. കാരണം മറ്റുള്ളവർ ഇത് കേട്ട് പഠിക്കുമ്പോൾ ഇത് ഫുള്ളുണ്ടോ, എന്നാൽ പിന്നെ നോക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് വെക്കും. അതുകൊണ്ട് കൃത്യമായിട്ട്
ഈ ചാപ്റ്ററുകൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളൊക്കെ ഇത് പഠിച്ചവരായിരിക്കും. നന്നായിട്ട് ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററുകളുടെ പേര് പറഞ്ഞിരുന്നത്. പിന്നെ ഭൂമിശാസ്ത്രത്തിൽ നോൺ SCERT എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരള ഭൂപ്രകൃതി വിഭജനം. ആ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഭൂപ്രകൃതി വിഭജനത്തെക്കുറിച്ച്, ഭൂവിഭാഗങ്ങളെക്കുറിച്ച് നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ കേരളത്തിലെ നദികൾ കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടോ ക്ലാസ് കണ്ടിട്ടോ പഠിച്ചു വെച്ചോ, ഒരു മാർക്ക് മിക്കവാറും കേരള ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി വിഭജനം അല്ലെങ്കിൽ നദികൾ, ഇതിനാണ് ഏറ്റവും സാധ്യത നിങ്ങളുടെ പരീക്ഷയിൽ കിടക്കുന്നത്. ഓക്കെ, യെസ്. ഇനി എക്കണോമിക്സിന്റെ കാര്യമാണ്. ധനതത്വശാസ്ത്രം 10ാം ക്ലാസ് വരെയായിട്ട് 24 ചാപ്റ്റർ ഉണ്ട്. അതിൽ 6 ചാപ്റ്ററാണ്, 4-1 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ പറഞ്ഞു തരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറിയിൽ ചാപ്റ്ററുകൾ വീണ്ടും കൂടും. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള ഏരിയയിൽ കുറേ ചാപ്റ്ററുകൾ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകൾ വേറെയും കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ 24 കൂടാതെയാണത്. ഈ 10ാം ക്ലാസ് വരെയുള്ള 24 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ. അവിടെ ദാദാഭായ് നവറോജിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടോ ഉള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കലിനൊക്കെ നല്ല സാധ്യതയുണ്ട്. പിന്നെ 8ാം ക്ലാസ്സിലെ 11ാം ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യം ഒരുപക്ഷെ ഈ ഒരു ചാപ്റ്ററിലെ ആ ഒരു ടേബിളിൽ നിന്നാവാനാണ് കൂടുതൽ സാധ്യത. ദെൻ 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ള ആ ചാപ്റ്റർ. ഓരോ സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചും സാമ്പത്തിക നയങ്ങൾ, പുത്തൻ സാമ്പത്തിക നയങ്ങളെ കുറിച്ചൊക്കെ ഉണ്ട്. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞുള്ള ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. അത് വരികയാണെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ദെൻ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം എന്നുള്ള ചാപ്റ്റർ. പിന്നെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ പൊതുചെലവും പൊതുവരുമാനവും എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ GSTയെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്, നോക്കി വെക്കുക. നിങ്ങളുടെ സിലബസിൽ നികുതി സമ്പ്രദായം എന്നൊന്നും പറഞ്ഞ സിലബസ് ഇല്ല, പക്ഷെ തുടക്കത്തിൽ ഇന്ത്യ സാമ്പത്തിക രംഗം എന്നുണ്ട്. അതുകൊണ്ട് അവിടെ GST കടന്നു വരാൻ സാധ്യതയുണ്ട്. GSTയെ കുറിച്ചുള്ള ഒരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല, അത് എഴുതാൻ പറ്റണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ദെൻ 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ള ചാപ്റ്റർ. ഇവിടെ നിന്ന് ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചോ പ്രത്യേകിച്ചും RBIയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതിൻ്റെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഇനി എക്കണോമിക്സിലെ നോൺ SCERT ഭാഗങ്ങൾ എന്ന് പറയുന്നത് SCERTയിൽ ഇല്ലാത്തതും നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കേണ്ടതുമായിട്ടുള്ള ഭാഗമാണ് ഹരിത വിപ്ലവം. SCERTയിൽ കാര്യമായിട്ടൊന്നുമില്ല. അത് ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഹയർ സെക്കൻഡറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പഠിക്കാൻ പോകണം. നിങ്ങളുടെ കയ്യിലുള്ള ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള മെറ്റീരിയൽ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലെ ബോക്സിൽ നിന്നാണ് കൂടുതലും സാധ്യത. ഇനി ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഓരോ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓരോന്ന് അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പഠിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അതാണ് എക്കണോമിക്സിന്റെ കാര്യം. പിന്നെ ഭരണഘടനയിൽ SCERTയിൽ 13 ചാപ്റ്ററാണ് 10ാം ക്ലാസ് വരെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണിച്ചു തരുന്നത്. അവിടെ 10ാം ക്ലാസ് വരെയല്ല, ഹയർ സെക്കൻഡറിയിൽ അടക്കമുള്ള പ്രധാന ചാപ്റ്ററുകളാണ് 13 ചാപ്റ്റർ കേട്ടോ. അതിൽ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, അതിൽ ഓരോന്നിൻ്റെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അല്ലേ, അങ്ങനെ ഓരോരുത്തരുടെ ചുമതലകൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇവിടുന്ന് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുള്ളതാണ്. ഏറ്റവും പ്രധാന ഹോട്ട് ടോപ്പിക് ആണത്. ഏത്? യെസ്, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഒക്കെ. ദെൻ +1 ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഫെഡറലിസം. ഇവിടെ ഫെഡറലിസത്തിൽ ലിസ്റ്റുകൾ എന്നുള്ള ടോപ്പിക് നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക് ആണ്. ആ ലിസ്റ്റുകളെ പഠിക്കുമ്പോൾ അവിടെ ഫെഡറലിസത്തിൻ്റെ ആ വിഭജനം മാത്രമല്ല, അധികാര വിഭജനം മാത്രമല്ലാതെ മറ്റു കാര്യങ്ങൾ കൂടെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൂടെ ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചാൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു മാർക്ക് മിക്കവാറും നല്ലൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പിന്നെ പ്രാദേശിക ഗവൺമെൻറ് LSTD, അവിടെ തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, അതിലേതെങ്കിലും ഒരാൾ ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് മിക്കവാറും കൂടുതലും PK തുങ്കൻ വരാൻ നല്ലൊരു സാധ്യത കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി വെച്ചോ. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തായാലും വന്നിരിക്കും. അത് ഒരുപക്ഷെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആയിരിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഇനി നോൺ SCERT ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് നോൺ SCERT നോക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സമിതി. അത് SCERTയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് പോരാ. അതിലെ പ്രധാന അംഗങ്ങളും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ആ ടോപ്പിക്ക് തന്നെ നോക്കി വെക്കുക. ചോദ്യം നല്ല സാധ്യതയുള്ളൊരു ഏരിയ ആണ്.
പിന്നെ ഭരണഘടനാ ഭേദഗതികൾ, അത് SCERT കാര്യമായിട്ടില്ലാത്ത സംഗതിയാണ്. അതും എവിടെ നോക്കണം? കയ്യിലുള്ള ബുക്കോ അതിൻ്റെ അല്ലെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്സിൻ്റെ ക്ലാസ്സോ ഉപയോഗിച്ചിട്ട് ഈ ഭരണഘടനാ ഭേദഗതികൾ നോക്കി വെക്കുക. അപ്പോൾ ഇത് രണ്ടും SCERT ഇല്ലാത്ത ഏരിയകളാണ് കാര്യമായിട്ട്. അതുകൊണ്ട് നന്നായിട്ട് നോക്കി വെക്കുക. ചോദ്യ സാധ്യതയുണ്ട്. നോൺ SCERT ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ദെൻ കേരള ഭരണ സംവിധാനത്തിലെ SCERT നിങ്ങൾക്കറിയാം. കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് SCERT ചാപ്റ്ററുകൾ അങ്ങനെ ഇല്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചാപ്റ്ററുകൾ ഉള്ളതായിട്ട് പോലും നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററുകൾ നോക്കി വെക്കുക. ഇവിടെ നിന്ന് മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സുരക്ഷിതമായ നാളേക്ക്. ഇവിടെ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് അഡീഷണൽ കാര്യങ്ങൾ വരാം. ദുരന്ത നിവാരണം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇവിടെ. അപ്പോൾ അത് ഒന്നുകിൽ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അഡീഷണൽ കാര്യങ്ങൾ കൂടെ ചേർത്ത് പഠിക്കണം. അത് പഠിച്ചാൽ ഇവിടെ നിന്നൊരു മാർക്ക് കിട്ടും. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം എന്നുള്ള ചാപ്റ്റർ കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊതുവെ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ പറയുന്നതാണ്. കേന്ദ്ര സർവീസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. സംസ്ഥാന സിവിൽ സർവീസ് നിങ്ങൾക്ക് പഠിക്കാൻ സിലബസിലുള്ളൂ, LDCയുടെ സിലബസിലുള്ളൂ. പക്ഷേ കേന്ദ്ര സർവീസിനെ കുറിച്ചൊക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് ആ ചാപ്റ്റർ ഒന്ന് നോക്കി വെക്കുക. പിന്നെ 9ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ നല്ല നാളേക്കായി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതും കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ചാപ്റ്ററുകളിൽ വേണ്ടതാണ്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന 3 ചാപ്റ്ററാണ്. ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വന്നിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ദെൻ ഇവിടെ നോൺ SCERT ആണ് കൂടുതലും പഠിക്കാനുള്ളത്. നമ്മൾ ഏതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സ് അല്ലേ, ബ്ലൂ പ്രിന്റ് ടോപ്പിക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളും കുടുംബശ്രീയാണേ, കുടുംബശ്രീ അല്ലാതെ കുലസ്ത്രീയും കുടുംബശ്രീയൊന്നല്ല, കുടുംബശ്രീയാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ തുടക്കം മുതലുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സ്കീമുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇവിടെ ചോദ്യ സാധ്യതയുള്ള ഏരിയയാണ്. പിന്നെ സംസ്ഥാന സിവിൽ സർവീസ് നോൺ SCERT ആണ്. SCERT ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കണം. ഭരണഘടനാ സ്ഥാപനം, തണ്ണീർത്തട സംരക്ഷണം, ഇതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. പ്രത്യേകിച്ചും തണ്ണീർത്തട സംരക്ഷണം, സംസ്ഥാന സിവിൽ സർവീസ് ഒക്കെ ഏറ്റവും ചോദ്യ സാധ്യത കൂടിയ ഏരിയയാണ്. കയ്യിൽ വായിച്ചെടുത്ത സാധനം ഒന്നുകൂടി ഒന്ന് ഈ ലാസ്റ്റ് ടൈമിൽ നോക്കി വെക്കുക കേട്ടോ. ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും SCERT 35 ചാപ്റ്ററുകൾ ഉണ്ട്. 10ാം ക്ലാസ് വരെ മാത്രം 35 ചാപ്റ്ററുകൾ ഉണ്ട്. ഹയർ സെക്കൻഡറിയിലുള്ള ചില ചാപ്റ്ററുകളൊക്കെ വളരെ അധികം ചാപ്റ്ററുകൾ നമുക്ക് ആവശ്യമുള്ളുണ്ട്, സിലബസിൽ വരുന്നതുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ വരുന്നത് കൂടുതലും 10ാം ക്ലാസ് വരെ ആയതുകൊണ്ട് നമ്മൾ അതിൽ ഒതുങ്ങുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 21 ചാപ്റ്ററുകളുണ്ട്. 21 ചാപ്റ്ററുകൾ, കാരണം 6 മാർക്കിനുള്ള ഏരിയയാണ് അല്ലേ. പല ടോപ്പിക്കുകളിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണിത്. അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. വൈറ്റമിൻസിനെ കുറിച്ചോ ധാതുക്കളെ കുറിച്ചോ ചോദ്യം ഒന്നുകിൽ അവിടെ നിന്ന് വരും, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹോം സയൻസിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അടിസ്ഥാന പോഷണം, ഇതിൽ നിന്ന് വരും. അവിടെ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഒന്നിച്ച് നിലനിൽക്കാം. 7ാം ക്ലാസ്സിൽ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇവിടെയുള്ള ഒരു ടേബിൾ ഉണ്ട്, അതിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം വിളകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരും. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കാർഷിക വിളകളുടെ ഇനങ്ങളെക്കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ പരിസ്ഥിതിയിൽ 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന്, 9ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. ഈ 4 ചാപ്റ്ററുകളാണ് പരിസ്ഥിതി ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 10-12ഓളം ചാപ്റ്ററുകൾ അവിടെ ആ സിലബസിൽ വരുന്നതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഏറ്റവും ചോദ്യ സാധ്യതകൾ ഇതിൽ നിന്നാണ്. മിക്കവാറും നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ചോദ്യം ഉറപ്പിക്കാൻ പറ്റും. 1-2 ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. അത് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ദെൻ രക്തം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഒരു 95% സാധ്യത ഞാൻ കാണുന്ന ഒരു ടോപ്പിക്കാണ്. ഹ്യൂമൻ ബോഡി ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ആ ഹ്യൂമൻ ബോഡി തന്നെ കുറേ ഏരിയകൾ പഠിക്കാനുണ്ട്. പക്ഷേ എന്തോ മുൻകാല ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും എനിക്ക് ഇത്തവണയും ഒരു 95% സാധ്യത തോന്നുന്ന ഒരു ടോപ്പിക്കാണ് രക്തം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും. പിന്നെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. അത് രണ്ടും രക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററുകളാണ്. പിന്നെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഊർജത്തിനായി ശ്വസിക്കാം. പിന്നെ 8ാം ക്ലാസ്സിലെ കോശവുമായി ബന്ധപ്പെട്ട് കുഞ്ഞറകൾക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ. 8ാം ക്ലാസ്സിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ കോശങ്ങളെക്കുറിച്ചും ഉള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോശം എന്ന് പറയുന്നത്. അതേപോലെ ഗ്രന്ഥികൾ, ഹോർമോണുകൾ, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുകൾ നോക്കുക. 9ാം ക്ലാസ്സിൽ 6ാമത്തെ ചാപ്റ്റർ ചലനത്തിൻ്റെ ജീവശാസ്ത്രം, അസ്ഥികളെക്കുറിച്ചാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. അതായത് ഈ 2 ചാപ്റ്റർ
ചാപ്റ്ററുകളെ അവഗണിച്ച് ചോദ്യം പോവുകയാണെങ്കിൽ അത് ഈ ചാപ്റ്ററിലേക്ക് പോകും. കോശവിഭജനമായിട്ട് ബന്ധപ്പെട്ട് പോകും. കോശവിഭജനമായിട്ട് ബന്ധപ്പെട്ട സൈറ്റോകൈനസൈസ് എന്നൊക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോശവിഭജനത്തിൻ്റെ ഘട്ടങ്ങൾ, അങ്ങനെയുള്ള ഓരോ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. പിന്നെ 10 1 മുതൽ 7 വരെയുള്ള 10ാം ക്ലാസ്സിൽ 8 ചാപ്റ്റർ ഉള്ളതിൽ 7 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ് നിലവാരമുള്ള LDC പരീക്ഷയിൽ നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിന് നല്ല പ്രാധാന്യമുണ്ട്. 1 മുതൽ 7 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ട ചാപ്റ്ററുകളാണെന്നുള്ളത് ഓർമ്മ വേണം. അതാണ് ഉദ്ദേശിച്ചത്. അതിൽ പ്രത്യേകിച്ചും രോഗങ്ങളെക്കുറിച്ചുള്ള 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഒരു ചോദ്യം ഉറപ്പാണ് അല്ലേ? പിന്നെ 10ാം ക്ലാസ്സിലെ 6ഉം 7ഉം ചാപ്റ്റർ ജനിതക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും 7ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ജനിതക ശാസ്ത്ര മേഖലയിലെ പുതിയ രീതികളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നല്ല സാധ്യതയുള്ളതാണ്. ഇനി ആഹാരവും ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് ദഹന വ്യവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. അവിടെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ആ 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ വിജ്ഞാനത്തെക്കുറിച്ചുള്ള മാർക്ക് ഉറപ്പിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിലെ നോൺ SCERT എന്ന് പറയുന്നത് ജീവകങ്ങളും ധാതുക്കളും. നമ്മൾ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററും ഹയർ സെക്കൻഡറി ഹോം സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അടിസ്ഥാന പോഷണവും പഠിച്ചാൽ അവിടെ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ അങ്ങനെ പഠിക്കുക, അതല്ല എങ്കിൽ ജീവകങ്ങൾ, ധാതുക്കൾ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകമോ അല്ലെങ്കിൽ ക്ലാസ്സോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. കാരണം അവിടെ ഒരു പക്ഷേ 6ാം ക്ലാസ്സിൽ 5 കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകണമെന്നില്ല. ഒന്നുകിൽ ഹയർ സെക്കൻഡറി ഹോം സയൻസിലെ ചാപ്റ്റർ, പിന്നെ അതോടൊപ്പം തന്നെ കോമൺ ആയിട്ടുള്ള വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടൊന്ന് നോക്കുക. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒരു ചോദ്യം ഉറപ്പാണ്. അത് സ്കീമുകൾ അങ്ങനെ തന്നെ പഠിക്കുക. നിങ്ങൾ SCERT ഇല്ലല്ലോ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ രോഗങ്ങളെക്കുറിച്ച്, സാംക്രമിക രോഗങ്ങൾ, രോഗാരികൾ, പിന്നെ മറ്റ് രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ, ജനിതക രോഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങളും പഠിക്കുന്നുണ്ട്. അത് ഒരു ടേബിൾ മാത്രമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഉയർന്ന ക്ലാസ്സിൽ പ്രമേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊണ്ട് പഠിക്കണം. എവിടെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നത് പ്രമേഹത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ടൈപ്പ് 3 ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് കുറച്ച് മുമ്പേ ആയിട്ട് ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലെ? CPOയുടെ റിവിഷൻസ് ആയ ടൈമിലിട്ട നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കിടക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ക്ലാസ്. അത് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു മാർക്ക് ഒരു പക്ഷേ ഈ ഒരു പരീക്ഷയിൽ കിട്ടിയേക്കാം തോന്നുന്നു, കിട്ടും. ഓക്കെ, അടുത്തത് ഭൗതിക ശാസ്ത്രം. 33 ചാപ്റ്ററുകൾ SCERTയിൽ 10ാം ക്ലാസ് വരെ മാത്രമായിട്ടുണ്ട്. അതിൽ പകുതിയോളം ചാപ്റ്ററുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതിൽ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പ്രകാശ വിസ്മയങ്ങൾ അല്ലേ? 8ാം ക്ലാസ്സിലെ 18ാം ചാപ്റ്റർ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. ഇത്രയും ചാപ്റ്ററുകൾ പ്രകാശം എന്നുള്ള ഒരൊറ്റ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ്. ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് എന്തായാലും അവിടെ നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടുത്താതെ അത് റിവിഷൻ ചെയ്യാം. പഠിക്കാത്ത ആളുകൾ R=2F അറിയാലോ അല്ലേ? Fൻ്റെ ഇരട്ടിയാണ് എന്ത്? R. വക്രത ആരം R=2F. ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയാണ്. ചോദ്യം ചിലപ്പോൾ അങ്ങോട്ട് വരും. ഇനി 8ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ചലനം. ഈ 3 ചാപ്റ്ററുകൾ ചലനം എന്നുള്ള ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പ്രകാശം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചലനമാണ്. ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ അടുത്ത കാലത്ത് സ്ഥിരം പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ഗുരുത്വാകർഷണത്തെക്കുറിച്ച്, ജിയുടെ മൂല്യത്തെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് ഈ ചാപ്റ്ററും അതിനോടൊപ്പം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല ഡെപ്തിൽ തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ബലം എന്നുള്ള ആ ഒരു ഏരിയയിൽ ഗുരുത്വാകർഷണ ബലം, മറ്റ് ദ്രവബലങ്ങൾ, പിന്നെ ഈ ചാപ്റ്ററിൽ ഘർഷണ ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആകെ 3 മാർക്കേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവസാനം നല്ല റിവിഷനിലൂടെ അത് കൊയ്തെടുക്കാൻ പറ്റും. പിന്നെ 5ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം. 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിന് നമ്മൾ അവഗണിച്ചിട്ടേക്കുന്ന ഒരു സാധനം 5ലെ ചാപ്റ്റർ അല്ലേ? പക്ഷേ ഒരു പാർക്ക് ചിലപ്പം ബഹിരാകാശ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ അവിടെ കറണ്ട് അഫയേഴ്സിലേക്ക് മാറിയേക്കാം. ഓക്കെ, ദെൻ 8ാം ക്ലാസ്സിലെ 19ാമത്തെ ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും ശബ്ദവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഒരു പക്ഷേ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്കത് കിട്ടിയേക്കാം.
ഇനി 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പ്രവൃത്തി, ഊർജ്ജം, പവർ. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇവിടെ നിന്നുള്ള പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ സിലബസിലില്ല, പക്ഷേ പല പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, മറ്റു കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ചില പരീക്ഷകളിൽ പ്രോബ്ലം പോലും വരുന്നുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ പ്രകാശത്തെക്കുറിച്ചായതുകൊണ്ട് ഒരു ചോദ്യം എന്തായാലും കിട്ടും. അതല്ലാതെ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നായിരിക്കും. ഊർജ്ജ പരിപാലനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ, അവയുടെ വിശേഷണങ്ങൾ, കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ദെൻ ഇവിടെ നോൺ SAT എന്ന് പറയുന്നത് താപം, താപനില. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ താപത്തിന്റെ പ്രസരണ മാർഗങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ചെറിയ ചാപ്റ്ററാണ്. പക്ഷെ ഇവിടെ സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം കൃത്യമായിട്ട് നോക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഒരു പക്ഷേ നിങ്ങളുടെ പരീക്ഷയിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഓക്കെ. ദെൻ ISROയുടെ നേട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ISRO ഒന്നുകിൽ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ISROയുടെ വേറെ ഏതെങ്കിലും ചോദ്യം ഉറപ്പായിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ആരുണ്ടാവും, ISRO സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ദെൻ കെമിസ്ട്രിയുടെ കാര്യത്തിൽ 25 ചാപ്റ്ററുകൾ ഉണ്ട്. അതിൽ വെറും 9 ചാപ്റ്ററുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഫൈനൽ റിവിഷന് വേണ്ടി പറയുന്നത്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആവർത്തന പട്ടിക വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ഉറപ്പായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. ദെൻ 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററുകൾ ലായനി, പിന്നെ ആസിഡും ആൽക്കലിയായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ചാപ്റ്ററുകൾ 9ലെ 5ഉം 7ലെ 3ഉം. ഓക്കെ. മിക്കവാറും ഇവിടെ നിന്ന് മാർക്ക് 1 ഉറപ്പിക്കാൻ പറ്റും. ആകെ 3 മാർക്കാണുള്ളത്. ചിലപ്പോൾ ഒരു മാർക്ക് കൂടിയും കയറി വരാം 4. അങ്ങനെ തന്നെയാണ് ഫിസിക്സിന്റെ കാര്യം. ആകെ 3 മാർക്കാണുള്ളത്. ചിലപ്പോൾ ഒരു മാർക്ക് കൂടിയും കയറി വരാം 4 മാർക്ക്. ആ രീതിയിലാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും വരിക. ദെൻ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ കാർബണിന്റെ ലോകം എന്നുള്ള ഒരു ചാപ്റ്റർ. അവിടെ രൂപാന്തരത്തെക്കുറിച്ചുള്ള ചോദ്യം, കാർബണിന്റെ ഏതെങ്കിലും രൂപാന്തരത്തെക്കുറിച്ചോ അതിൽ തന്നെ പ്രത്യേകിച്ച് വജ്രത്തെക്കുറിച്ചൊക്കെ ആവാൻ നല്ലൊരു സാധ്യത കിടക്കുന്നുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ചാപ്റ്റർ. അതിൽ മോൾ സങ്കല്പനം പലരും നോക്കാറില്ല, പക്ഷെ ചോദ്യം ചിലപ്പം കടന്നു വരിക അതായിരിക്കും. സിലബസിൽ വാതക നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റാങ്ക് ഫയലിലെ വാതക നിയമങ്ങളെക്കുറിച്ചുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചു പോകും, ചോദ്യം ഇവിടെ നിന്നായിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ തന്നെ പഠിക്കുക, വാതക നിയമങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് SAT-ലുള്ളത് കൂടാതെ പഠിച്ചു വെക്കണം. അത് ചോദിക്കാറുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ലോഹ നിർമ്മാണം. ഇവിടെ നൈര്യകളെക്കുറിച്ചോ അല്ലെങ്കിൽ ലോഹ നിർമ്മാണ പ്രക്രിയയിലുള്ള ഘട്ടങ്ങളെക്കുറിച്ചോ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന. ഓക്കെ. ഇത്രയുമാണ് ഈ 9 ചാപ്റ്ററുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. ഇതെങ്കിലും ഫൈനൽ റിവിഷനിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് കയറിങ്ങോട്ട് പോരും. ഇനി കലാ, കായികം, സാഹിത്യം, സംസ്കാരം നിങ്ങൾക്കറിയാം. റാങ്ക് ഫയൽ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ തന്നെ പഠിക്കേണ്ട അല്ലെ എക്സ്പേർട്സിന്റെ ക്ലാസ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കേണ്ട ഏരിയയാണ്. പക്ഷേ SCRT-യിൽ മലയാളം പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സാഹിത്യകൃതികൾ, അതിൻ്റെ കർത്താക്കൾ, ചില ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. വെള്ളായപ്പനെ കുറിച്ചൊക്കെ പറയുന്നില്ല, അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. പിന്നെ സാഹിത്യകാരന്മാരുടെ വിശേഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ SCRT-യിലുള്ള ആ പോയിന്റുകൾ അതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഫയൽസൊക്കെ ഞാൻ മുമ്പ് നമ്മുടെ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനൽ കയറിയിട്ട് ഫയലൊന്ന് തപ്പി നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്തിട്ട് തരുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ SCRT കാര്യമായിട്ട് നോക്കേണ്ടത് ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 5 to 10 പഠിച്ചാൽ ചില പരീക്ഷകൾ ചോദ്യം കിട്ടാറുണ്ട്. പക്ഷേ ഹയർ സെക്കൻഡറി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചോദ്യം കിട്ടും. കാരണം ഇവിടെ പഠിക്കുന്നൊക്കെ അവിടെ ഉണ്ട് താനും, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അത് മതിയും താനും, ആ രീതിയിലാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിൻ്റെ പുസ്തകം എടുത്തിട്ട് അതിൽ ചാപ്റ്റർ 2 കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, ചാപ്റ്റർ 8 കമ്പ്യൂട്ടർ ശൃംഖലകൾ, പിന്നെ ചാപ്റ്റർ 11 വിവരവിനിമയ സാങ്കേതിക വിദ്യയിലെ പ്രവണതകളും പ്രശ്നങ്ങളും. ഇതിൽ സൈബർ ലോ, IT ആൻഡ് സൈബർ ലോ എന്നുള്ള ഏരിയയിൽ സൈബർ നിയമങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും എന്നുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക അവിടെ നിന്ന്. പിന്നെ ഈ 2 ചാപ്റ്ററുകളും ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത, പിന്നെ ഹാർഡ്വെയർ, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസ്. അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ അവിടെയുള്ള ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പിക്കാൻ പറ്റും. അവിടെയുള്ള 3 മാർക്ക് പ്ലസ് 1 മാർക്ക് കയറി വന്നാൽ 4 മാർക്ക്. അപ്പോൾ അതിൽ എന്തായാലും 2 മാർക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ. ദെൻ സുപ്രധാന നിയമങ്ങളുടെ കാര്യം SCRT-യിൽ കാര്യമായിട്ടൊന്നുമില്ല. 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും എന്നുള്ള ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചുള്ള കാര്യം മാത്രമേ SCRT-യിലുള്ളൂ. മറ്റുള്ള മൊഡ്യൂളുകളൊന്നും SCRT-യിൽ കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഇതിനെ കാണുക. ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ഇവിടെ നിന്ന് കിട്ടിയേക്കാം. പക്ഷെ അത് മാത്രം പോരാ, നമ്മളല്ലാതെ പഠിച്ചിട്ടുള്ളതല്ലേ, 5 മൊഡ്യൂളുകളും അല്ലാതെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ചാപ്റ്റർ ഒന്ന് നോക്കി വെക്കുക, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. അതിൽ കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളാണ്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യ അവകാശങ്ങൾ നോക്കുക. ഒരു പക്ഷേ ഈ സുപ്രധാന നിയമങ്ങളിൽ ചില ചോദ്യങ്ങൾ സാധാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒന്നും അല്ലാത്ത ചോദ്യമാണെങ്കിൽ ഈ ചാപ്റ്റർ എന്നുള്ള ഏതെങ്കിലും സിമ്പിൾ ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം. ഒരു പക്ഷേ ഈ ചാപ്റ്റർ പലരും ശ്രദ്ധിക്കാറില്ല, കാരണം സുപ്രധാന നിയമങ്ങൾ SCERT ചാപ്റ്റർ ഉണ്ട് എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് ഇത് നോക്കാറില്ല ആരും. പക്ഷേ ഇവിടെ നിന്ന് ഒരു മാർക്ക് കടന്നു വന്നേക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വിവരാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട സിമ്പിൾ പോയിന്റ്സ് അവിടെ ഉണ്ട്. അതൊരു പക്ഷേ ചോദ്യമായിട്ട് അവിടെ നിന്ന് വന്നേക്കാം. ഇത്രയുമാണ് നിങ്ങൾ SCERT ഉപയോഗിച്ചിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് നിങ്ങൾ പഠിച്ചതാണ്, ഇതൊക്കെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഇനി പഠിക്കാത്തവരാണെങ്കിലും ഇത്രയും എങ്കിലും നോക്കിപ്പോയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാതെ നോക്കുന്നതിനേക്കാൾ ഈ ഒരു സമയം കൊണ്ട് ഇത്രയും ചാപ്റ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഈ സമയത്ത് ലാസ്റ്റ് ഇത് കൊണ്ടു തന്നിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാനിത് ലാസ്റ്റ് അല്ല, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പ്രാധാന്യം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് തരുന്ന സാധനമാണ്. കാരണം അത് ഫസ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം പഠിച്ചു പോകും. അത് അതിനുള്ളതല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയകൾ മാത്രം പറയുന്ന ഏരിയയാണ്. അതുകൊണ്ട് അത് അവസാനത്തേക്കുള്ളതാണ്, അവസാന റിവിഷൻ ഉള്ളതാണ്. ആ ഒരു റിവിഷൻ നടത്തി കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങോട്ട് പോവുക. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ അങ്ങ് കാണും, ആവേശത്തോടെ ഉത്തരം എഴുതാൻ പറ്റും, നല്ല ആത്മവിശ്വാസം കൂടുക. കാരണം അവസാനം പഠിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതും ഓർമ്മിച്ചെടുക്കാനും പല മാർക്കുകളും സാധാരണ പരീക്ഷ കിട്ടാത്ത മാർക്കുകൾ നേടാൻ പറ്റും എന്നുള്ളത് ബ്ലൂ പ്രിന്റിന്റെ മറ്റൊരു ഘടകമാണ്. അവസാനം കുറേ ചോദ്യങ്ങൾ കിട്ടുന്നുള്ള മാത്രമല്ല, അങ്ങനെ നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളെ കടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ട്. അവിടെ ഡോപ്പമൈൻ ഇൻക്രീസും ഓക്സിറ്റോസിൻ ഇൻക്രീസും ഒക്കെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് സെറോട്ടോണിൻ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിചാരിക്കാത്ത കുറച്ച് മാർക്ക് കൂടെ പണ്ടപ്പോഴോ പഠിച്ച് മറന്നതുപോലും നിങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വന്ന് കുറച്ച് മാർക്ക് കൂടെ നേടാനും ഈ ബ്ലൂ പ്രിന്റ് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇത്രയും കാലത്തെ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്കിൽ നിന്നുള്ള എൻ്റെ ഒരു അനുഭവം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ബൈ.